Hey students, welcome back to Mathematicos. So last ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കണ്ടത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ആൻഡ് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ്സസ് മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് the LCM and HCF of the following pairs of integers and verify that LCM into HCF is equal to product of the two numbers. ഓക്കെ, വല്ലതും മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമുക്കുണ്ടല്ലോ ഇവിടെ നോക്കിക്കേ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ 3 പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ 3 പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണം വെച്ചിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 2 നമ്പറിൻ്റെ LCMും HCFും ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഈ LCMും HCFും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് LCMും HCFും കണ്ടുപിടിച്ചിരിക്കുന്ന ആ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാലും ക്ലിയർ ആവുമെന്ന് അറിയില്ല. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന 2 നമ്പർ, അതിൻ്റെ LCMും HCFും ആദ്യം കണ്ടുപിടിക്കുക. ആൻഡ് അതിനുശേഷം അതിൻ്റെ പ്രൊഡക്റ്റ് കാണുക. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുകയും വേണം. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെഷനിൽ വരുന്നത് 26 and 91 ആണ്. നമുക്കത് എടുത്ത് ചെയ്യാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 26 and 91. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 നമ്പേഴ്സും പ്രൈം ഫാക്ടറൈസ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചോളാം. 26 നമുക്ക് 2 കൊണ്ട് ചെയ്യാലോ, സിമ്പിളാണ്. ദെൻ ഇത് വരും 13 വരും. സോ 13 ഒരു പ്രൈം നമ്പർ ആണ്. ദെൻ 13 കൊണ്ടാണ് പോസിബിൾ ആയിരിക്കുന്നത് 1. ദെൻ 91. സോ 91 നമുക്ക് ഏതുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കൊണ്ട് എനിവേ പോസിബിൾ അല്ല എന്നറിയാം. 3 കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. 9 + 1 എന്താണ്? 10 by 3. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. സോ 91 എന്ന് പറയുന്നത് നമുക്ക് 3 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് 1 5 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് 7 ആണ്. 7 കൊണ്ട് പറ്റും. ഓക്കെ, 9 7 എത്ര ടൈംസ് പോവും? 1 ടൈം പോവും അല്ലേ. ദെൻ ഇവിടെ ബാലൻസ് 2 വരുന്നു. 21 അതിനകത്ത് 3 ടൈംസ് പോവും 7. ദെൻ 13 1. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന 26നെയും 91നെയും നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു കേട്ടോ. നമുക്കൊന്ന് എടുത്തെഴുതാവേ. 26 ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 2 × 13. ആൻഡ് 91 ഈസ് ഈക്വൽ ടു 7 × 13. ഓക്കെ, ശ്രദ്ധിച്ചോളാം. 26നെയും 91നെയും നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഈ ഒരു ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത്? HCFും LCMും ആദ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ HCFും LCMും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഫോർമുല യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോർമുല അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ HCFും LCMും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ജസ്റ്റ് അതൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. HCF എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണോ അതിൻ്റെ സ്മോളസ്റ്റ് പവറിൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം HCF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ കോമൺ ഫാക്ടർ ആരാണ് നോക്കിക്കേ? ഇറ്റ്സ് 13 മാത്രമേ ഉള്ളൂ അല്ലേ. 13ൻ്റെ ലോവസ്റ്റ് പവർ ഏതാ? 13. രണ്ടിടത്തും 13⁻1 ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് 13. കണ്ടോ? മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ HCF എന്ന് പറയുന്നത് 13 ആണ്. 2 നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ആരാണ്? 13 ആണ്. ഈ 13ൻ്റെ ലോവസ്റ്റ് പവർ ഫോം ഏതാണ്? 13⁻1. ദാറ്റ് ഈസ് 13 itself. ഓക്കെ, അപ്പോൾ HCF എന്ന് പറയുന്നത് 13 ആണ്. നെക്സ്റ്റ് നമുക്കതിൻ്റെ LCM കണ്ടുപിടിക്കാം കേട്ടോ. LCM എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഫോർമുല എന്തായിരുന്നു നോക്കിക്കേ.
LCM is equal to product of the greatest power of each prime factor involved in the numbers. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ രണ്ട് നമ്പേഴ്സിൽ വരുന്ന ഓരോ പ്രൈം ഫാക്ടറിൻ്റെയും ഹയസ്റ്റ് പവർ കൊണ്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്, പ്രൊഡക്റ്റ് കാണേണ്ടത്, LCM കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 2 ഉണ്ടല്ലേ. സോ 2 ഇൻറ്റു ദെൻ നെക്സ്റ്റ് വരുന്ന പ്രൈം ഫാക്ടർ ഏതാണ്? 7. ആ ഒരു അസെൻഡിങ് ഓർഡറിൽ അങ്ങ് എഴുതുന്നു എന്നുള്ളൂ കേട്ടോ. ഇൻറ്റു ഇനി 13 ഉണ്ടല്ലേ. സോ 13ൽ ഹയസ്റ്റ് പവർ എന്താണ്? 13⁻1 തന്നെയാണ്. സോ 13. 2 ഇൻറ്റു 7 ഇൻറ്റു 13. 2 ഇൻറ്റു 7 എത്രയാണ്? 14. 14 ഇൻറ്റു 13 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 182 ആണ് കേട്ടോ. 182 കാണിച്ചു തരാം. 14 ഇൻറ്റു 13. 4 ഇൻറ്റു 3 12. 1 റിമൈനിങ്. 4 ഇൻറ്റു 4. 4 ഇൻറ്റു 1 4. 1 ഇൻറ്റു 1 1. 182. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് HCFും കിട്ടി, LCMും കിട്ടി. ആരുടെ? 26 and 91ൻ്റെ HCFും LCMും കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ LCMിൻ്റെ HCFിൻ്റെയും പ്രൊഡക്റ്റ് കാണുക, ആൻഡ് ദെൻ അത് 26 and 91നോട് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യണം. ഓക്കെ, സോ നമുക്കത് ചെയ്യാം കേട്ടോ. നോക്കിക്കോ, HCF നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 13 അല്ലേ. LCM നമുക്ക് കിട്ടിയത് 182. ദെൻ HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു എത്രയാണ്? 13 ഇൻറ്റു 182 അല്ലേ. 182 എന്നാണ് കേട്ടോ. നമുക്കത് ചെയ്ത് നോക്കിയാലോ. വേറെ കളർ സ്കെച്ച് എടുക്കാം. 182 ഇൻറ്റു 13. 3 ഇൻറ്റു 2 6. 8 ഇൻറ്റു 3 24. 2 റിമൈനിങ്. 3 + 2 5 വന്നു. Then 2 into 1 2. 8 into 1 8. 1 into 1 1. 6 6. 2 3 66 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, അതായത് നമ്പർ 26ൻ്റെയും അതുപോലെ തന്നെ 91ൻ്റെയും HCFും LCMും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2366 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് വെരിഫൈ ചെയ്യണം? ഈ കിട്ടിയ HCF ആൻഡ് LCMിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 26 ഇൻറ്റു 91 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കിട്ടുമോ നോക്കാം. 26 ഇൻറ്റു 91 കേട്ടോ. 1 ഇൻറ്റു 6 6. 9 ഇൻറ്റു 6 54 ആണ്. 2 ഇൻറ്റു 1 2. 9 ഇൻറ്റു 2 18. നോക്കിക്കേ, 6 6. 8 + 5 13. 1 റിമൈനിങ്. 2366. ശരിയാണോ? ഓക്കെ, സോ 26 and 91ൻ്റെ HCF നമുക്ക് കിട്ടിയത് 13 ആയിരുന്നു. LCM നമുക്ക് കിട്ടിയത് 182 ആയിരുന്നു. ഓക്കെ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 2366. അത് തന്നെയല്ലേ ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്? യെസ്. സോ എന്താണ് ഇവിടെ നമുക്ക് എന്ത് പറയാം? HCF ഓഫ് 2691 ഇൻറ്റു LCM ഓഫ് 2691 is equal to 26 into 91. Okay, so എന്ത് പറയാം? Hence it is verified. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ നമ്പേഴ്സ് 510ഉം അതുപോലെ തന്നെ 92 ആണ്. ഓക്കെ, നമുക്കപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഫസ്റ്റ് 510 2 കൊണ്ട് ചെയ്യാം. 255 വരും. ദെൻ 255നെ നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബിക്കോസ് 5 + 5 + 2 എത്ര വരുന്നത്? 12 ആണ്. 12 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദിസ് നമ്പർ നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3. ഓക്കെ, എത്ര വരും എന്നറിയോ? 85. 85നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 17 വന്നു. 17 1. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 92നെ ചെയ്യാം. 92 2 കൊണ്ട് ചെയ്യാം. 46 വന്നു. 2 23 23 കൊണ്ട് ചെയ്തു. 1 വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിനെ എടുത്തെഴുതാം കേട്ടോ. 510 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17. ഓക്കെ, ആൻഡ് 92 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 23 വിച്ച് ഈസ് ഈക്വൽ ടു 2 raised to 2 ഇൻറ്റു 23 എന്ന് ഞാൻ എഴുതുന്നുണ്ട്.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി ഇതിൻ്റെ HCF കാണാം കേട്ടോ. HCF എന്തായിരിക്കും? ഇവിടെ വരുന്ന കോമൺ ഫാക്ടർ, ഈ രണ്ട് നമ്പേഴ്സിൽ വരുന്ന കോമൺ ഫാക്ടർ ആരാന്ന് നോക്കിയേ? 2 ഉണ്ടോ? അതിൻ്റെ ലോവസ്റ്റ് പവറിലുള്ള ഫോം ഏതാണ്? 2⁻1 ആണ്. സോ HCF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് LCM ആണ്. LCM കാണാം. സോ LCM കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ പ്രൈം ഫാക്ടറിനെ എടുക്കണം. ഈ രണ്ട് നമ്പേഴ്സും നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈം ഫാക്ടേഴ്സ് എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തണം, ബട്ട് വിത്ത് ഹയസ്റ്റ് പവർ. ഓക്കെ. ഇപ്പോൾ 2 ഉണ്ട് അല്ലേ? 2ൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ്? 2⁻2. സോ 2⁻2 ഇൻറ്റു ദെൻ 3 ഉണ്ട്, 5 ഇൻറ്റു 17 ഇൻറ്റു 23. ഓക്കെ. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, അതിൻ്റെ LCM എന്ന് പറയുന്നത്. സോ 2⁻2 എന്ന് പറയുന്നതാണ് 4 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 ഇൻറ്റു 23. 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 5 60 ആണ്. 60 ഇൻറ്റു 17 ഇൻറ്റു 23. ഓക്കെ. ശ്രദ്ധിച്ചോണേ. നമുക്ക് 23 ഇൻറ്റു 17 ചെയ്യാം ഫസ്റ്റ്. 23 കാണാമല്ലോ അല്ലേ? ഇൻറ്റു 17. 7 ഇൻറ്റു 3 21. 2 റിമൈനിങ്. ഇവിടെ 161 വരും. 3 ദെൻ 2 391 എന്ന് കിട്ടി. ദെൻ ദിസ് 39. ഓക്കെ. അപ്പോൾ നോക്കിക്കേ, 23 ഇൻറ്റു 17 നമ്മൾ ചെയ്തു, 391 കിട്ടി കേട്ടോ. ഞാനത് അതിൻ്റെ ബാക്കി ഇവിടെ ചെയ്തിട്ടുണ്ട്. 391 ഇൻറ്റു ഒരു 16 കൂടെ ഇവിടെ റിമൈനിങ് ആയിരുന്നു അല്ലേ? നമുക്കപ്പോൾ ഇൻറ്റു 6 ചെയ്തിട്ട് തന്നെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ 391 ഇൻറ്റു 6 2346 എന്ന് നമുക്ക് കിട്ടും. ദെൻ ഒരു 0 കൂടെ ഇവിടെ 60യുടെ 0 കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ LCM നമുക്ക് എന്ത് കിട്ടും? 23460. അപ്പോൾ 510 അതുപോലെ തന്നെ 92 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCFും അതുപോലെ തന്നെ LCMും നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് 510 അതുപോലെ തന്നെ 92ൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. LCM നമുക്ക് അപ്പോൾ എത്രയാണ് കിട്ടിയിരുന്നത്? 23460 അല്ലേ? ദെൻ HCF എത്രയായിരുന്നു കിട്ടിയിരുന്നത്? 2. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാണാം കേട്ടോ. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 23460. ഓക്കെ. 23460 ഇൻറ്റു 2 6 ആട്ടോ അത്. 0 12 9 3 ഇൻറ്റു 2 6 4 46920 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും HCFിൻ്റെയും LCMിൻ്റെയും പ്രോഡക്റ്റ് കാണുമ്പോൾ. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ, നമുക്ക് വെരിഫൈ ചെയ്യണം ഇനി ഇത് 510 അതുപോലെ തന്നെ 92ൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 510 ഇൻറ്റു 92 ഈ സെയിം ആൻസർ തന്നെയാണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ 510 ഇൻറ്റു 92 0 2 5 ഇൻറ്റു 2 10 9 0 0 9 45 0 2 9 6 4 ശരിയാണോ നോക്കി? 46920. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തോ നോക്കിയേ. 510ൻ്റെയും അതുപോലെ തന്നെ 92ൻ്റെയും HCFും LCMും നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എടുത്തപ്പോൾ എന്ത് കിട്ടി? 46920 എന്ന് കിട്ടി. ആൻഡ് അഗെയിൻ 510 ഇൻറ്റു 92 ചെയ്തപ്പോഴും നമുക്ക് എന്താണ്? സെയിം ആൻസർ തന്നെ കിട്ടി അല്ലേ. സോ നമ്മൾ അത് വെരിഫൈ ചെയ്തു. ഹെൻസ് ഇറ്റ് ഈസ് വെരിഫൈഡ്. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നമുക്ക് വരുന്നത് 336ഉം അതുപോലെ തന്നെ 54ഉം ആണ് കേട്ടോ. 336 ആൻഡ് 54. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 336 2 കൊണ്ട് ചെയ്യാം. നമുക്ക് 168 വരും. ദെൻ അഗെയിൻ 2 കൊണ്ട് ചെയ്യാം 84. ദെൻ 2 കൊണ്ട് ചെയ്യാം 42. 42നെ 2 കൊണ്ട് ചെയ്യാം 21 വരും. 21നെ 3 കൊണ്ട് ചെയ്യാം 7 വരും. 7 1. ഓക്കെ.
അപ്പോൾ 336നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. നെക്സ്റ്റ് നമുക്കിനി 54നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 54 2 കൊണ്ട് ചെയ്യാം, 27, ദെൻ 3 കൊണ്ട് ചെയ്യാം, ദെൻ 9 വരും, 3 കൊണ്ട് ചെയ്യാം, 3 3 1. ഓക്കെ, അപ്പോൾ നമ്മൾ 54നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ഇനി നമുക്കത് എടുത്ത് എഴുതാം കേട്ടോ. 336 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 2 എത്ര പ്രാവശ്യം വന്നു? 4 ടൈംസ് വന്നു അല്ലേ? അപ്പോൾ നമുക്കതിനെ 2⁴ ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ 54നെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3⁻3. 3 പ്രാവശ്യം വന്നു അല്ലേ? അപ്പോൾ 3⁻3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഈ ഒരു ഫോമിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ HCF കാണാം. ഓക്കെ, സോ HCF നമുക്ക് കാണാം ഈസ് ഈക്വൽ ടു, ഈ രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. 2 ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് 3യും വരുന്നുണ്ട് അല്ലേ? ആൻഡ് ഇതിൽ ലോവസ്റ്റ് ഫോമിൽ കിടക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 2ൻ്റെ കേസിൽ ലോവസ്റ്റ് ഫോമിലുള്ളത് 2 ആണ്, 2⁻1 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3 കോമൺ ഫാക്ടർ ആണ്, അതിൽ ലോവസ്റ്റ് പവറിൽ കിടക്കുന്ന ആരാണ്? 3 ആണ്, അല്ലെങ്കിൽ 3⁻1 ആണ്. സോ 2 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ നമ്മൾ HCF കണ്ടുപിടിച്ചു. 2 ഇൻറ്റു 3 6. നെക്സ്റ്റ് LCM കാണാം കേട്ടോ. സോ LCM കാണുമ്പോൾ നമുക്കറിയാം എല്ലാ പ്രൈം ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കിക്കേ, 2 ഉണ്ട്, 2ൻ്റെ ഹയസ്റ്റ് പവറിൽ കിടക്കുന്ന ആരാ? 2⁴ ആണ് അല്ലേ? അപ്പോൾ LCMൻ്റെ കേസിൽ നമ്മൾ ഹയസ്റ്റ് പവറിലുള്ള പ്രൈം ഫാക്ടർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 2⁴ ഇൻറ്റു 3ൽ ഹയസ്റ്റ് ഫോമിലുള്ള ആരാ? 3⁻3 ആണ്. സോ 3⁻3 ഇൻറ്റു പിന്നെയുള്ള പ്രൈം ഫാക്ടർ ആരാണ്? 7 ആണ്. ഓക്കെ, സോ 2⁻4 എന്ന് പറയുന്നത് എത്രയാണ്? 16 ഇൻറ്റു 3⁻3 എത്രയാണ്? 27 ഇൻറ്റു 7. ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 16 ഇൻറ്റു 27 ഇൻറ്റു 7 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3024 ആണ്. ഓക്കെ, 3024. സോ HCF എന്ന് പറയുന്നത് 6ഉം അതുപോലെ തന്നെ LCM എന്ന് പറയുന്നത് 3024ഉമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് രണ്ടിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് 336 ആൻഡ് 54ൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് HCFൻ്റെയും അതുപോലെ തന്നെ LCMൻ്റെയും പ്രൊഡക്റ്റ് കാണാം കേട്ടോ. HCF നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 6 അല്ലേ? 6 ഇൻറ്റു LCM നമുക്ക് കിട്ടിയത് 3024. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാണാം കേട്ടോ. 3024 ഇൻറ്റു 6 24 14 1 6 ഇൻറ്റു 3 18. ഓക്കെ, 18144 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, അതായത് HCMൻ്റെയും LCFൻ്റെയും പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 18144 ആണ്. ഈ നമ്പർ എന്ന് പറയുന്നത് 336 ആൻഡ് 54ൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്കിനി വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. 336 ഇൻറ്റു 54 ചെയ്ത് നോക്കാം കേട്ടോ. 336 ഇൻറ്റു 54 24 14 4 into 3 12 13 6 into 5 30 5 into 3 15 5 into 3 15 4 4 8. ഓക്കെ, 18144 എന്ന് തന്നെയാണ് നമുക്കതും കിട്ടിയത്. ഓക്കെ, അപ്പോൾ 336ൻ്റെയും 54ൻ്റെയും HCFും LCMും നമ്മൾ കണ്ടുപിടിച്ച് ഫസ്റ്റ്, ദെൻ അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 18144 തന്നെയായിരുന്നു. ഓക്കെ, സോ 336 ആൻഡ് 54ൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? സെയിം ആൻസർ തന്നെ കിട്ടി. ഓക്കെ, ഹെൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? വി വെരിഫൈഡ് ദാറ്റ് HCF ഓഫ് ഏതൊക്കെ നമ്പേഴ്സാണ്? 336 54 ഇൻറ്റു LCM ഓഫ് 336 54 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 336 ഇൻറ്റു 54 എന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ,
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ 3 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ അതിനുള്ള ആൻസർ ഇടുന്നതായിരിക്കും കേട്ടോ. ആൻഡ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസ് മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.